ഹായ് ഫ്രണ്ട്സ്, അറഫ്ത സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിന്റെ ഫാമിലിയും മേർജന്റെ ഫാമിലിയുമാണ്. അദേശ് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ ഡീലിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൈമാറ്റ നടപടികൾ എടുക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് കമ്പനിയിൽ വെച്ച് ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തായാലും കൃത്യസമയത്ത് എത്തണം. സമയം എപ്പോഴാണെന്ന് ഞാൻ വഴിയെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മേർജൻ അച്ഛനോട് പറയും, ഇവിടെ ഒരു കൈമാറ്റവും നടക്കാൻ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അച്ഛൻ പറയും, നമ്മൾ അവരുടെ ഡീലിന് എല്ലാ കാര്യത്തിലും സമ്മതിച്ചിട്ടാണ് ഓക്കെ പറഞ്ഞത്, അതുകൊണ്ട് ഇനി പിന്മാറാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന മേർജൻ പറയും, അതിന് ആരാ സമ്മതിച്ചത്? നിങ്ങളാണ് സമ്മതിച്ചത്. ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിച്ചിട്ടില്ല, ഇനി സമ്മതിക്കുകയില്ല. എനിക്ക് കഴിയുന്നതിന് പരമാവധി ഞാൻ നിന്നും ഒഴിയാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മേർജൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് അദേശിനെയാണ്. അവൻ ആ കമ്പനിയിൽ എത്തുകയാണ്. ഇനി മേർജന്റെ ഫാമിലിയുടെ എല്ലാ ബിസിനസ്സും അദേശിന്റെ പേരിലായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ കമ്പനിയിലേക്ക് മേർജനും എത്തുന്നുണ്ട്. മേർജൻ എത്തിയ ഉടനെ തന്നെ അവിടുത്തെ ഒരു ഓഫീസറുമായിട്ട് കുറച്ച് സീക്രട്ട് ആയിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അദേശ് ദൂരെ നിന്നും കാണുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നീ അതിന് ഒരുങ്ങി നിന്നോ എന്നെല്ലാം മേർജൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അദേശ് അവരെ നോക്കി നിൽക്കുന്ന കാര്യം മേർജൻ ശ്രദ്ധിക്കുന്നത്. അദേശ് ഇപ്പം നമ്മളെയാണ് നോക്കുന്നത്, ഇത് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മേർജൻ അവിടെ നിന്നും പോവാണ്. ഇതെല്ലാം ദൂരെ നിന്ന് അദേശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജമാലിനോട് പറയും, ഇവിടെ എന്തോ നമ്മൾ അറിയാത്തൊരു കാര്യം നടക്കുന്നുണ്ട്, അതെന്തായാലും നീ കണ്ടുപിടിക്കണമെന്ന് ജമാലിനോട് പറയാണ്. ജമാലും അത് ഏൽക്കുന്നുണ്ട്. അതിനുശേഷം നസീർ അവിടേക്ക് വരികയാണ്. നസീർ വന്ന പാടെ ഹൈദറിനോട് ചൂടാവാൻ പോവാണ്. ഞാനൊന്ന് മാറുന്നപ്പോഴേക്കും നിങ്ങൾ അദേശുമായുള്ള ഡീലിന് സമ്മതിച്ചല്ലേ? ഇതേക്കുന്ന ഹൈദറും പറയുന്നുണ്ട്, നീ അതിന് 2 ദിവസം എവിടെ പോയി കിടക്കായിരുന്നു? നിന്റെ അക്കൗണ്ടെല്ലാം ഫ്രീസായി എന്ന് പറഞ്ഞൊരു പ്രശ്നത്തിലല്ലായിരുന്നു നീ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്ന് ഹൈദർ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവളുടെ സഹോദരിയായ മുറാത്തിനോട് നസീർ പറയുന്നുണ്ട്, അദേശിന്റെയും മേർജന്റെയും വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല, അത് നീ തന്നെ തടയണമെന്ന് മുറാത്തിനോട് പറയാണ്. അപ്പം മുറാത്ത് പറയും, അതിന് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, അവനിപ്പോൾ മാൻഷനും ബിസിനസ്സും എല്ലാം അവൻ്റെ പേരിലാക്കിയിരിക്കുകയാണ്, ഇത് ഒരുപാട് വൈകിപ്പോയി എന്ന് പറയാണ്. ഇതേക്ക് നസീർ പറയുന്നുണ്ട്, എങ്കിൽ ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അത് അദേശിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇതേക്കുന്ന മുറാത്ത് കുറച്ചൊന്നും ടെൻഷൻ ആവുന്നുണ്ട്. കൊല്ലാനോ? അവനെ ആര് കൊല്ലും? മറ്റാര്? നീ തന്നെയാണ് അവനെ കൊല്ലേണ്ടതെന്ന് നസീർ പറയുന്നു. ഇത് കേൾക്കുന്ന മുറാത്ത് ആകെ ടെൻഷൻ ആവാണ്. ഞാനെങ്ങനെയാണ് അവനെ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നസീർ അവൻ്റെ കയ്യിലൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. നീ ഈ പെൺകുട്ടിയെ കൊന്ന കാര്യം വേറെ ആർക്കും അറിയില്ല, പക്ഷേ ഇതിൻ്റെ തെളിവ് എൻ്റെ അടുത്ത് മാത്രമാണുള്ളത്, അതുകൊണ്ട് നീ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. അങ്ങനെ ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ മുറത്തിന് വേറെ വഴിയില്ലാതെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്താണ്. അവിടെ അദേശ് ആദ്യം തന്നെ ഹൈദറിൻ്റെ സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഇത് കാണുന്ന ഹൈദറിനും മേർജനും തീരെ അത് പിടിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അദേശിന്റെ പേരിലായതുകൊണ്ട് തന്നെ അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെ ഹൈദർ വേറെ വഴിയൊന്നുമില്ലാതെ തന്നെ മറ്റൊരു സീറ്റ് കയറിയിരിക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി കഴിയുമ്പോഴാണ് മുറത്ത് അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്ന അദേശ് ചോദിക്കും, മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞു, ഇപ്പോഴാണ് നീ വരുന്നത്? ഇത് കേൾക്കുന്ന മുറത്ത് അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അദേശ് പറയും, അതിന് വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇത് കേൾക്കുന്ന മേർജൻ നല്ല ദേഷ്യം വരും. മീറ്റിംഗ് തുടങ്ങിയിട്ട് 2 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ, അതിനാണോ ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? അപ്പോൾ അദേശം പറയും, 1 മിനിറ്റായാലും 2 മിനിറ്റായാലും സമയത്തിന് പറഞ്ഞാൽ അപ്പം വരണം, അല്ലാതെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയും. ഇതെല്ലാം കേൾക്കുന്ന മുറത്തിന് ആകെ ഇൻസൾട്ടഡായി ഫീൽ ചെയ്യാണ്. അവന് ഒരുപാട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനുശേഷം അവന് നസീർ കൊടുത്ത ആ ഒരു ഗണ്ണിൽ പിടിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് വീണ്ടും ആരംഭിക്കുകയാണ്. അദേശ് അവരുടെ കുറേ ആൾക്കാരെ അവിടെ ജോലിക്ക് വേണ്ടി നിർത്തുന്നുണ്ട്. ഇത് കാണുന്ന മേർജൻ ചോദിക്കും, നിങ്ങളുടെ ആൾക്കാരെ മാത്രം ഇവിടെ ജോലിക്ക് നിർത്തി ഇവിടെ ഓൾറെഡി ഉള്ള നല്ല ഹാർഡ് വർക്കിങ്ങും നല്ല പേഷ്യൻസോടുകൂടി ജോലി ചെയ്യുന്നവരൊക്കെ പുറത്താക്കാനാണോ നോക്കുന്നത്? ഇതേക്കുന്ന അദേശ് പറയും, ഒരു കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ പിന്നെ വായ തുറക്കാൻ നിൽക്കരുത്. ഞാൻ ഇവിടെ ഉള്ളവരൊന്നും പറഞ്ഞിടാൻ പോകുന്നില്ല, എൻ്റെ കുറേ ആൾക്കാരെ ഇവിടെ ജോലിക്ക് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേക്കുന്ന മേർജൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അദേശ് മേർജനോട് അവിടെ നിൽക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന ആസ്ലി അവിടെ നിന്നും പോവാതെ അദേശിൻ്റെ കൂടെ തന്നെ നിൽക്കാം എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അദേശം പറയും, വേണ്ട, നീ എനിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മേർജനെ അദേശിൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിർത്താൻ അസ്ലിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ അദേശ് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പോവുകയാണ്. ഇത് കാണുന്ന മേർജനും അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അദേശ് പറയും, നീ എവിടേക്കാണ് പോകുന്നത്? നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മേർജനും പറയും, നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ അവളോട് പറഞ്ഞത് ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞെന്ന്, അപ്പോൾ പിന്നെ ഞാനും പോകണ്ടേ? അതിന് അവളുടെ ജോലി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്, നിന്റെ ജോലി കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കിവിടെ ഒരുപാട് വർക്ക്സ് ഉണ്ട്, നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നീ ഇതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുന്നു. ഇതേക്കുമ്പോൾ മേർജന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അവനത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ആ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അദേശം അതിന് മുകളിൽ കൈവച്ച് സ്ക്രോൾ ചെയ്യുകയാണ്. പക്ഷേ ഇതൊന്നും മേർജന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൾ എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ ഇനി പോവുകയാണെന്ന് പറയുന്നു. പക്ഷേ അദേശം അതിന് സമ്മതിക്കുന്നില്ല. ഇനിയും ഒരുപാട് ജോലിയുണ്ട്, നീ ഇവിടെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ഇതേക്കുന്ന മേർജൻ അവിടെ ഒരു കസാരയിൽ ഇരുന്ന് അവന് ജോലിയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ദൂരെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അദേശ് ആ ചെയർ അവൻ്റെ അടുത്തേക്ക് പിടിച്ചിടുകയാണ്. അതിനുശേഷം അവൾ വീണ്ടും കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മേർജൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ അവൾക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ മേർജൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദേശുമായി ചെയ്യുന്ന ഈ പ്രൊജക്റ്റ് അവനറിയാതെ മറ്റൊരാളെ ഏൽപ്പിക്കാനാണ് അവരുടെ പ്ലാന്. എങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടേക്ക് അദേശ് വരികയാണ്. അദേശിനെ കണ്ട് മേർജൻ ആകെ ഷോക്കാവാണ്. നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലെന്ന് ചോദിക്കുന്നു.
അങ്ങനെ മേജൻ ഓർഡർ ചെയ്ത് കോഫി കുടിച്ചുകൊണ്ട് ആദേശ് പറയാണ്, ഞാൻ അറിയാതെ തന്നെ പുറകിലൂടെ കളിക്കാൻ നോക്കിയതാണല്ലേ, പക്ഷേ അതൊന്നും നടക്കില്ല. ഞാൻ അറിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം ഞാൻ ഡീൽ ചെയ്ത് കളഞ്ഞു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മേജന് നല്ല ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? എന്നെ ഒന്ന് തനിച്ചു വിടുമെന്ന് പറഞ്ഞിട്ട് മേജൻ അവിടെ നിന്നും വഴക്കിട്ട് പോവാണ്. ഇത് കേൾക്കുന്ന ആദേശ് അവളെ പിടിച്ചു നിർത്തുകയാണ്. നീ എവിടേക്കാണ് പോകുന്നത്? നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ആദേശ് പറയാണ്. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണോ? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാണ്. ഇതേക്കുന്ന മേജൻ ഞാൻ ഇവിടേക്ക് ഒറ്റയ്ക്കാണ് വന്നത്, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇവിടെ നിന്ന് അറിയാം, അതുകൊണ്ട് നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് മേജൻ പോകാൻ നിൽക്കും. പക്ഷേ ആദേശ് അതിന് സമ്മതിക്കാതെ തന്നെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ്. അങ്ങനെ മേജനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ആദേശ് അവളോട് പറയാണ്, ഇനി ഇതുപോലെ നിനക്ക് എൻ്റെ പിന്നിൽ നിന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ ആ പൂതി ഇപ്പം തന്നെ മാറ്റി വെച്ചേക്ക്, കാരണം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ എൻ്റെ പിറകിൽ നിന്നോ മുന്നിൽ നിന്നോ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഞാൻ അപ്പം തന്നെ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇതേക്കുന്ന മേജൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്നെ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ? ഇതേക്കുന്ന ആദേശ് പറയും, കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ നീ തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ വൈഫ്. ഇതേക്കുന്ന അവൾ പറയും, അത് നീ അത്ര അങ്ങോട്ട് ഉറപ്പിക്കണ്ട. അതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോവാണ്. മേജൻ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ വീടെല്ലാം ഒരുപാട് ദേഷ്യത്തോടു കൂടി ആദേശ് നോക്കി നിൽക്കുകയാണ്. അവരുടെ വീടിന് പുറത്തുള്ള ഒരു സ്റ്റോർ റൂം കാണുമ്പോൾ അവൻ അവൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. അങ്ങനെ അവൻ അവിടേക്ക് ഒരുപാട് വിഷമത്തോടു കൂടി നടന്നു പോവാണ്. അവൻ കുഞ്ഞായിരുന്നപ്പോൾ ആ സ്റ്റോർ റൂമിൽ വെച്ച് ഹൈദർ അവനെ ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട്. അവരാരും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, അവരെല്ലാവരും മരിച്ചു പോയിരിക്കുകയാണ്. നീ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നെല്ലാം ഹൈദർ പറയുമ്പോൾ ചെറിയ കുഞ്ഞായിരുന്ന ആദേശ് ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് ആദേശ് അവിടെ. അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഹൈദറിനോട് പറഞ്ഞ ആ ഡയലോഗ്, ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും, അതിപ്പോൾ നടക്കാൻ വേണ്ടി പോവാണ് എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മുസൈൻ അവളുടെ ബെഡിൽ നിറയെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതെല്ലാം കാണുന്ന അവൾ ചോദിക്കും, നിങ്ങൾ എന്താണ് എൻ്റെ റൂമിൽ ചെയ്യുന്നത്? എൻ്റെ അനുവാദം ഇല്ലാതെയാണോ നിങ്ങൾ എൻ്റെ റൂമിൽ കയറിയിരിക്കുന്നത്? ഇത് കേൾക്കുന്ന മുസൈന് നല്ല ചിരി വരികയാണ്. അല്ല, അതിന് നീ ആരാണ്? ഞാൻ എന്തിനാണ് നിന്റെ അനുവാദം ചോദിച്ച് ഈ റൂമിലേക്ക് കയറി വരുന്നത്? ഇതിപ്പോൾ ഞങ്ങളുടെ വീടാണ്, അത് നീ മറന്നുപോയോ? പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യം, ഇതെല്ലാം ആദേശിൻ്റെ ഭാര്യയാവാൻ പോകുന്നതല്ലേ നീ, അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നീ ആദേശിനോട് ചെയ്യണം. ഇത് നിന്റെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടാകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡ്രസ്സാണെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മേജന് നല്ല ദേഷ്യം വരികയാണ്. നിങ്ങൾക്കൊക്കെ വട്ടായോ എന്ന് ചോദിച്ച് അവൾ അവിടെ നിന്നും എല്ലാ സാധനവും എടുത്തെറിയാണ്. ഇതെല്ലാം കണ്ട് മുസൈൻ അവിടെ നിന്നും ദേഷ്യം പിടിച്ച് പോകും. അതിനുശേഷം അവൾ ആ ഡ്രസ്സെല്ലാം വലിച്ചെറിയാണ്. ഈ സൗണ്ടെല്ലാം കേട്ടിട്ട് ആദേശ് അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ ചൂടാവാണ്. ഇതെല്ലാം ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ആൻറ്റി ഇപ്പോൾ എന്നോട് എന്തൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് പോയതെന്ന് അറിയോ? ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. മര്യാദക്ക് ഈ റൂമിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതേക്കുന്ന ആദേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് പറയാണ്. അവരിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് പോയാലും അതെല്ലാം നീ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മേജനും പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? നിങ്ങളൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് അവൾ ആദേശിനെ തള്ളുകയാണ്. ഇത് കാണുന്ന ആദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ അവളുടെ കൈ പിടിച്ച് നിർത്തുകയാണ്. പക്ഷേ മേജന്റെ കരയുന്ന മുഖം കണ്ടിട്ട് ആദേശിന് ആകെ ഒരുമാതിരി തോന്നുകയാണ്. അങ്ങനെ അവൻ അവളുടെ കൈ വിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അന്ന് രാത്രി അവർ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഹൈദർ അവൻ്റെ സീറ്റിൽ ഇരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ആദേശ് വന്ന് കയറിയിരിക്കുന്നത്. ഇത് കാണുന്ന ഹൈദർ ഒന്നും മിണ്ടാതെ വേറൊരു സീറ്റിൽ പോയിരിക്കും. അങ്ങനെ അവിടെ വെച്ച് മുസൈനും ഹൈദറിന്റെ ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ഹൈദർ പറയുന്നുണ്ട്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങളാരും അതിൻ്റെ ഇടയിൽ കയറി പറയാൻ നിൽക്കേണ്ടെന്ന് ആദേശ് പറയാണ്. ഇതെല്ലാം കേട്ട് മതിയായി മേജൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം അവരെല്ലാവരും ഫുഡ് കഴിച്ച് കഴിയും. പിന്നീട് കാണിക്കുന്നത് മുറത്തിനെയാണ്. നസീർ അവനെ വിളിച്ച് നല്ല ചീത്ത പറയാണ്. ഇത്ര നേരമായിട്ടും നീ ആദേശിനെ കൊന്നില്ലേ? നിന്നെ കൊണ്ടൊക്കെ എന്താ സാധിക്കുക? എന്തായാലും എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മുറത്തും അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ പുറത്ത് ഒരുപാട് വിഷമിച്ച് അവളുടെ ഫ്രണ്ടായ ദമയത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ അവളവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. ആദേശ് വരുന്നത് കാണുമ്പോൾ അവൾ ആകെ ദേഷ്യം പിടിച്ച് കോൾ കട്ട് ചെയ്ത് അവിടെ ഒന്നും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആദേശ് അവളെ തടഞ്ഞോണ്ട് പറയും, നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതും? എനിക്കിപ്പോൾ നിന്നോട് ഒരു അത്യാവശ്യം കാര്യം സംസാരിക്കാനുണ്ട്. ഇതേക്കുന്ന മേജൻ പറയും, ഇന്നത്തേക്ക് ഇത്ര തോന്നിവാസം പോരെ, ബാക്കി നാളെ ആവാം. ഇനിയും ഒരുപാട് ദിവസം ഉണ്ടല്ലോ നിങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ. ഇപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, എന്താ എനിക്ക് അതിനും കഴിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആദേശ് പറയും, ഓക്കെ, നിനക്കിപ്പോൾ കിടന്നുറങ്ങണമെങ്കിൽ നീ ഉറങ്ങിക്കോ, ഞാൻ നിന്നോട് നാളെ സംസാരിക്കാമെന്ന് ആദേശും പറയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ആദേശ് മേജന് കോൾ ചെയ്യാണ്. എനിക്കിപ്പോൾ നിന്നൊരു അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിനക്ക് ഫോണിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ വേഗം അവിടേക്ക് വാ. ഇതേക്കുന്ന മേജന്, ഞാൻ അതിന് നിന്റെ കോൾ കാത്തിരിക്കില്ലായിരുന്നു, നീ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ കുറേ പരിപാടികളുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഫോണിൽ പറഞ്ഞോ എന്ന് പറയാണ്. ഇതേക്കുന്ന ആദേശ് പറയും, നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയുന്നതാണ് അതിൻ്റെ ശരി, അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വേഗം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും. അപ്പോൾ മേജൻ ആലോചിക്കും, ഇവനിപ്പോൾ എന്നോട് ഓർഡർ ഇടാൻ തുടങ്ങിയോ? ആ സമയത്താണ് മുറത്ത് അങ്ങോട്ട് വരുന്നത്. മുറത്ത് അവൻ വീണ്ടും നിന്നെ വിളിച്ച് ശല്യം ചെയ്യാണോ എന്ന് ചോദിക്കുന്നു.
ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും അവൻ എന്നോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന മുറാത്തിന് ഒരു കാര്യം മനസ്സിൽ വരികയാണ്. അങ്ങനെ അവൻ അവളോട് പറയും, എന്തായാലും അവൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് മുറാത്തും അവളുടെ കൂടെ പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആദേശ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരും. അതിനുശേഷം മുറാത്ത് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നിൽക്കായിരിക്കും. അപ്പോൾ മേജൻ, നീ എന്തിനാണ് പോകുന്നത്, അവൻ എന്നെയല്ലേ വിളിച്ചത്, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നു. ഇതേക്കുന്ന മുറാത്ത് അവളെ തടയാണ്. എന്തായാലും ഞാൻ തന്നെ ആദ്യം പോയി അവനോട് സംസാരിക്കാം എന്ന് മുറാത്ത് പറയുന്നു. അങ്ങനെ മുറാത്ത് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ ആദേശം നല്ല ദേഷ്യം വരികയാണ്. നിന്നെയല്ലേ വിളിച്ചത്, നിന്റെ സഹോദരിയല്ലേ വിളിച്ചത്, അവളോട് വരാൻ പറ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മുറാത്ത് ആദേശിനോട് പറയും, എന്തൊക്കെയാണെങ്കിലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. ഇതേക്കുന്ന ആദേശം നല്ല ദേഷ്യം വരികയാണ്. അതിന് നിന്നോട് ആരെയോട് സംസാരിക്കാൻ വന്നോ, ഞാൻ നിന്നെ കാണാനല്ല വന്നത്, നിന്റെ സഹോദരിയെ കാണാനാണ്, അതുകൊണ്ട് അവൾ ആദ്യം വിളിക്കാൻ നോക്ക്. മുറാത്തിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വീണ്ടും ഇൻസൾട്ടഡ് ആയ പോലെ ഫീൽ ആവാണ്. അങ്ങനെ ദേഷ്യം വന്ന് മുറാത്ത് ആദേശിനെ തല്ലാൻ വേണ്ടി നോക്കുമായിരിക്കും. അപ്പോഴേക്കും ആദേശം അവനെ തടഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് തല്ലാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ട് മേജൻ ആകെ ടെൻഷനായി ആ കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ സഹോദരനെ തല്ലുന്നതെന്ന് പറഞ്ഞിട്ട് മേജൻ ആദേശിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. മര്യാദക്ക് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് മേജൻ പറയുന്നു. അങ്ങനെ മേജൻ മുറാത്തിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് ആദേശം അവിടെ നിന്നും തിരിഞ്ഞടക്കുകയാണ്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആദേശിനെ മുറാത്ത് ഷൂട്ട് ചെയ്യുന്നത്. ആദേശിനെ ഷൂട്ട് ചെയ്യാൻ മാത്രം അവിടെ ഒരു വലിയ വഴക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദേശ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആകെ ഷോക്കായി അവൻ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ തോക്ക് അവിടെ താഴെ വീണ് കിടക്കുന്നതാണ്. അവന് ആകെ ഷോക്കായി പോവാണ്. ഇത് കണ്ട് മേജനും നല്ല രീതിയിൽ ഷോക്കായി പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് തന്നെ അറഫ്താർ സീരീസിലെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വൈകാതെ തന്നെ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.